Dear students, welcome back to our online classroom. English is easy. Today we are discussing the story HOREGALLU written by Suda. First, let us have a short summary of the story HOREGALLU. It's an anecdote by Suda. At first, she speaks about her grandfather. അപ്പോൾ നമുക്ക് ഹൊറഗലു എന്ന സ്റ്റോറിയുടെ ഒരു ഷോർട്ട് സമ്മറി പറഞ്ഞതിന് ശേഷം നമ്മുടെ സ്റ്റോറിയുടെ എക്സ്പ്ലനേഷനിലേക്ക് വരാം. ഇറ്റ്സ് ആൻ അനക്ഡോട്ട് ബൈ സുധാമൂർത്തി എഴുതിയിട്ടുള്ള ഒരു അനക്ഡോട്ടാണ്, സംഭവ കഥ അല്ലെങ്കിൽ സംഭവ വിവരണമാണ് ഹൊറഗല്ലു. അറ്റ് ഫസ്റ്റ് ഷീ സ്പീക്സ് അബൌട്ട് ഹർ ഗ്രാൻഡ് ഫാദർ. ഈ ഹൊറഗല്ലു എന്ന ഈ സ്റ്റോറിയിലൂടെ ആദ്യം അവർ സംസാരിക്കുന്നത് അവരുടെ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ചാണ്. ഹൊറഗല്ലു മീൻസ് എ സ്റ്റോൺ ദാറ്റ് ക്യാൻ ബിയർ വെയിറ്റ്. ഹൊറഗല്ലു എന്ന ഇതിനർത്ഥം എന്താണ്? അതൊരു കന്നഡ വേർഡാണ്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭാരം വഹിക്കുന്ന ഒരു കല്ല് അല്ലെങ്കിൽ ഒരു സ്റ്റോൺ ബെഞ്ച്, ഒരു ഇരിപ്പിടം എന്നാണ് അതിനർത്ഥം. ഹി വാസ് എ റിട്ടയേർഡ് സ്കൂൾ ടീച്ചർ. അവരുടെ ഗ്രാൻഡ് ഫാദർ ആരായിരുന്നു? ഒരു റിട്ടയേർഡ് സ്കൂൾ ടീച്ചർ ആയിരുന്നു. ഹി വാസ് എ ഗുഡ് ലിസണർ. അവരുടെ ഗ്രാൻഡ് ഫാദർ ഒരു നല്ല ലിസണർ ആയിരുന്നു, നല്ല കേൾവിക്കാരനായിരുന്നു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കേൾക്കുന്ന ഒരു മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു ഗ്രാൻഡ് ഫാദർ. ഹി ലിസൺ ടു അതേഴ്സ് പ്രോബ്ലംസ് സൈലൻ്റ്ലി. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ അദ്ദേഹം ക്ഷമയോടെ നിശബ്ദമായിട്ട് കേട്ടിരിക്കുമായിരുന്നു. പീപ്പിൾ ഷെയർ ദെയർ ട്രബിൾസ് വിത്ത് ഹിം. ആളുകൾ അവരുടെ പ്രയാസങ്ങൾ ഗ്രാൻഡ് ഫാദറുമായിട്ട് ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. ഇറ്റ് റിലാക്സ്ഡ് ദം. അതവർക്ക് എന്തുകൊണ്ടാണ് അവർ ഷെയർ ചെയ്യുന്നത്? അങ്ങനെ ഗ്രാൻഡ് ഫാദറുമായിട്ട് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് അല്പം ആശ്വാസം ലഭിക്കും. ഇറ്റ് ഈസ്ഡ് ദെയർ ബർഡൻസ്. അത് അവരുടെ പ്രയാസങ്ങൾക്ക് അല്പം ആശ്വാസം കൊടുക്കും. ഷീ ഓൾസോ സ്പീക്സ് അബൌട്ട് രത്ന, ഹർ കൊളീഗ്. അതിനുശേഷം ഈ ഒരു സ്റ്റോറിയിലൂടെ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം സുധാമൂർത്തി പറയുന്നത് രത്ന എന്ന് പറയുന്ന സുധാമൂർത്തിയുടെ സഹപ്രവർത്തകയെ കുറിച്ചാണ്. ഷി വാസ് സ്മാർട്ട്. അവൾ വളരെ സ്മാർട്ടായിരുന്നു. ഷീ ലിസൺ ടു അതേഴ്സ് പ്രോബ്ലംസ് വിത്ത് സിമ്പതി ആൻഡ് വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ്. അങ്ങനെ രത്ന മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ വളരെ സിമ്പതിയോടെ, അനുകമ്പയോടുകൂടെയും അതുപോലെ തന്നെ മുൻവിധികളില്ലാതെയും കേൾക്കുമായിരുന്നു. ഷീ കെപ്റ്റ് അതേഴ്സ് പ്രോബ്ലംസ് കോൺഫിഡൻഷ്യൽ. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ രത്നയോട് അവർ ഷെയർ ചെയ്യുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ രത്ന രഹസ്യമാക്കി വെച്ചു. അല്ലാതെ എല്ലാവരോടും പറഞ്ഞു പരത്തിയില്ല. ബോത്ത് ഓഫ് ദം ഡിഡ് ഗ്രേറ്റ് സോഷ്യൽ സർവീസ്. അങ്ങനെ രത്ന സുധാമൂർത്തി അവസാനമായിട്ട് പറയുന്നത് ഈ ഗ്രാൻഡ് ഫാദറും രത്നയും വലിയ ഒരു സോഷ്യൽ സർവീസ് തന്നെയാണ്, അല്ലെങ്കിൽ സാമൂഹ്യ സേവനം തന്നെയാണ് ചെയ്തിരുന്നത്. Okay students, we are moving to the story HOREGALLU by Suda. Hot summer days remind me of my childhood in a little village. There was a large banyan tree right in the middle of the village, and I would spend many hours playing under it during my holidays. ഹോട്ട് സമ്മർ ഡേയ്സ്, നല്ല ചൂടുള്ള വേനൽ അവധിക്കാലം. റിമൈൻഡ് മീ ഓഫ് മൈ ചൈൽഡ്ഹുഡ് ഇൻ എ ലിറ്റിൽ വില്ലേജ്. അതെന്നെ എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. ഒരു കൊച്ചു ഗ്രാമത്തിൽ ഞാൻ എൻ്റെ കുട്ടിക്കാലം കഴിച്ചു കൂട്ടിയത് ഓർമ്മകളിലേക്ക് എന്നെ നയിച്ചു. ദർ വാസ് എ ലാർജ് ബനയൻ ട്രീ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ദ വില്ലേജ്. അവിടെ ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിൻ്റെ മധ്യത്തിലായിട്ട് തന്നെ ഒരു വലിയ ആൽമരമുണ്ടായിരുന്നു. ആൻഡ് ഐ വുഡ് സ്പെൻഡ് മെനി അവേഴ്സ് പ്ലേയിങ് അണ്ടർ ഇറ്റ് ഡ്യൂറിങ് മൈ ഹോളിഡേയ്സ്. അങ്ങനെ ഞാൻ എൻ്റെ അവധി ദിവസങ്ങളിൽ അതിന് താഴെ ആൽമരത്തിന് കീഴെ കളിച്ചുകൊണ്ട് ഒരുപാട് സമയം ചിലവഴിക്കും. ദ ട്രീ വാസ് ലൈക്ക് എ മസീവ് അംബ്രല വിത്ത് ഇറ്റ്സ് ബ്രാഞ്ചസ് പ്രൊവൈഡിങ് മച്ച് നീഡഡ് ഷെയ്ഡ് ആൻഡ് സക്കോർ. ആ മരം എങ്ങനെയായിരുന്നു? ആ ആൽമരം ഇറ്റ് വാസ് ലൈക്ക് എ മസീവ് അംബ്രല. മസീവ് മീൻസ് വെരി ബിഗ്, ഒരു വലിയ കുട പോലെ. വിത്ത് ഇറ്റ്സ് ബ്രാഞ്ചസ് പ്രൊവൈഡിങ് മച്ച് നീഡഡ് ഷെയ്ഡ്. അല്ലെ, അതിൻ്റെ ശിഖരങ്ങൾ, അതായത് വളരെ പടർന്ന് പന്തരിച്ച വിശാലമായ ഒരു ആൽമരമാണ്. അതിൻ്റെ ശിഖരങ്ങൾ, ബ്രാഞ്ചസ് എന്ത് ചെയ്തു? പ്രൊവൈഡിങ് മച്ച് നീഡഡ് ഷെയ്ഡ്, അല്ലേ, ആവശ്യമായ തണലും ആൻഡ് സപ്പോർട്ടും സഹായവും ഒക്കെ നൽകിയ ഒരു വിശാലമായ ഒരു വൃക്ഷമായിരുന്നു. Travelers spend some time sitting under it and catching their breath before going on their way.
അങ്ങനെ അതിലൂടെ പോകുന്ന യാത്രക്കാർ എന്ത് ചെയ്യും? സ്പെൻഡ് സം ടൈം സിറ്റിംഗ് അണ്ടർ ഇറ്റ്. അവർ ആ ആൽമരത്തിന് ചുവട്ടിൽ അല്പസമയം ചിലവഴിക്കും. ആൻഡ് ക്യാച്ചിങ് ദെയർ ബ്രീത്ത് ബിഫോർ ഗോയിങ് ഓൺ ദെയർ വേ. എന്നിട്ട് ക്യാച്ചിങ് ദെയർ ബ്രീത്ത് അല്ലേ, ക്യാച്ചിങ് ദെയർ ബ്രീത്ത് പറഞ്ഞാൽ ശ്വാസം പിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒന്ന് ശ്വാസം എടുക്കാൻ അല്ലേ, അവരുടെ യാത്ര വീണ്ടും തുടരുന്നതിന് മുമ്പ് ഒരല്പസമയത്തേക്ക് ഒരു ആശ്വാസം എന്ന നിലയിൽ അവരെന്ത് ചെയ്യും? ഈ ആൽമര ചുവട്ടിൽ അല്പസമയം വിശ്രമിക്കും. ബിഫോർ ഗോയിങ് ഓൺ ദെയർ വേ, വീണ്ടും അവരുടെ യാത്ര തുടരുന്നതിന് മുമ്പായിട്ട്. To make them comfortable, there was a HOREGALLU under the tree. HOREGALLU literally means a stone that can bear weight. അങ്ങനെ അതിലൂടെ പോകുന്ന യാത്രക്കാർ അവിടെ ഇരുന്ന് അല്പം റെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് പോവുക. അപ്പോൾ അല്ലേ, ടു മേക്ക് ദം കംഫർട്ടബിൾ, അവരുടെ ഈ യാത്രക്കാർക്ക് ഒന്നുകൂടെ ഈസി ആകുന്നതിന് വേണ്ടിയിട്ട്, കംഫർട്ടബിൾ ആകുന്നതിന് വേണ്ടിയിട്ട് എന്തുണ്ടായിരുന്നു? ദർ വാസ് എ HOREGALLU, അവിടെ ഒരു HOREGALLU ഉണ്ടായിരുന്നു. അണ്ടർ ദ ട്രീ, ആ മരത്തിന് താഴെയായിട്ട്. എന്താണ് HOREGALLU? HOREGALLU ലിറ്ററലി മീൻസ് എ സ്റ്റോൺ ദാറ്റ് ക്യാൻ ബിയർ വെയിറ്റ്, അതായത് ഭാരം വഹിക്കുന്ന ഒരു കല്ല് എന്നാണ് HOREGALLUവിൻ്റെ അർത്ഥം. HOREGALLU എന്നതൊരു കന്നഡ വേർഡാണ്. നമ്മുടെ കന്നഡ റൈറ്ററാണ്. അപ്പോൾ അത് HOREGALLU എന്നതിൻ്റെ അർത്ഥം ഒരു കന്നഡ വേർഡാണ്. അതിൻ്റെ മീനിങ് എന്താണ്? സ്റ്റോൺ ബെഞ്ച് എന്താണ്? സ്റ്റോൺ ബെഞ്ച് എന്നാണ്. It was a large flat stone placed horizontally over two vertical ones. അല്ലേ, അപ്പോൾ എന്താണ്? രണ്ട് കല്ലുകളും അങ്ങനെ ഹൊറിസോണ്ടലായിട്ട് ഒന്നൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലാർജ് ഫ്ലാറ്റ് സ്റ്റോണാണ്. വളരെ വലിയ പരന്ന ഒരു കല്ല് ആണിത്. അതായത് ഈ ഒരു ഇരിപ്പിടമാണ്. ദസ് മേക്കിംഗ് എ സ്റ്റോൺ ബെഞ്ച് ഓൺ വിച്ച് എനിവൺ കുഡ് സിറ്റ് ആൻഡ് റെസ്റ്റ് ഫോർ എ വൈൽ. അങ്ങനെ അതൊരു ആ സ്റ്റോൺ ബെഞ്ചിൽ ആർക്കും ഇരിക്കാനും റെസ്റ്റ് എടുക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ വളരെ വിശാലമായി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോൺ ബെഞ്ചായിരുന്നു ഈ HOREGALLU. ചാറ്റ് വിത്ത് എ ഫെല്ലോ ട്രാവലർ ആൻഡ് എക്സ്ചേഞ്ച് ന്യൂസ് ഓഫ് ദ റോഡ്. അതോടൊപ്പം തന്നെ അയാൾക്ക് എന്തും കൂടെ ചെയ്യാൻ പറ്റും? തൻ്റെ ഫെല്ലോ ട്രാവലർ, തൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന സഹയാത്രികനുമായിട്ട് ഇരുന്ന് സംസാരിക്കാനും, ആൻഡ് എക്സ്ചേഞ്ച് ന്യൂസ് ഓഫ് ദ റോഡ്. ന്യൂസ് ഓഫ് ദ റോഡ് പറഞ്ഞാൽ അന്നത്തെ വർത്തമാനങ്ങളിലെ അന്നത്തെ സംസാരങ്ങളൊക്കെ ഇങ്ങനെ യാത്രക്കാർ പരസ്പരം ഇരുന്ന് സംസാരിക്കുന്നത് കേൾക്കാം. അപ്പോൾ അതുപോലെ അതിലൂടെ പോകുന്ന യാത്രക്കാരും ഈ സ്റ്റോൺ ബെഞ്ചിൽ ഇരുന്ന് വിശ്രമിക്കുകയും പരസ്പരം അന്നത്തെ വാർത്തകൾ കൈമാറുകയും ചെയ്യുമായിരുന്നു. Cool water would be kept in earthen pots near the bench and people could quench their thirst before starting their journey again. അതോടൊപ്പം തന്നെ ഈ യാത്രക്കാർക്ക് ഒരു റിഫ്രഷ്മെൻറ്റ് നൽകുന്നതിന് വേണ്ടിയിട്ട് കൂൾ വാട്ടർ വുഡ് ബി കെപ്റ്റ് ഇൻ എർത്തൻ പോട്ട്സ്, മൺകുടങ്ങളിലെ എർത്തൻ പോട്ട്സ്, മൺകുടങ്ങളിൽ തണുത്ത വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നിയർ ദ ബെഞ്ച്, ആ സ്റ്റോൺ ബെഞ്ചിനടുത്തായിട്ട്. ആൻഡ് പീപ്പിൾ കുഡ് ക്വെഞ്ച് ദെയർ തേഴ്സ്റ്റ്, ആളുകൾ അവരുടെ തേഴ്സ്റ്റ്, ദാഹം ശമിപ്പിക്കും അല്ലെങ്കിൽ ദാഹം അകറ്റും. ക്വെഞ്ച് ദെയർ തേഴ്സ്റ്റ് എന്ന് പറഞ്ഞാൽ ദാഹം അകറ്റും. ബിഫോർ സ്റ്റാർട്ടിങ് ദെയർ ജേർണി അഗെയിൻ, അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ദാഹിച്ചു വലഞ്ഞു വന്ന യാത്രക്കാർ വെള്ളമൊക്കെ കുടിച്ച് ദാഹം അകറ്റി അവരുടെ യാത്ര വീണ്ടും തുടരുന്നതിന് മുമ്പായിട്ട് അവർ ദാഹമൊക്കെ അകറ്റുമായിരുന്നു ഇതിൽ നിന്നും വെള്ളം കുടിച്ച്. I'm sure similar simple arrangements can be found in villages all over the country. എന്നിട്ട് സുധാമൂർത്തി പറയണം, എനിക്ക് ഉറപ്പുണ്ട് സിമ്പിൾ അറേഞ്ച്മെൻറ്റ്സ്, സിമിലർ ആയിട്ടുള്ള ഇതുപോലെയുള്ള ഈ സ്റ്റോൺ ബെഞ്ചും ഇതുപോലത്തെയുള്ള ഇരിപ്പിടങ്ങളുമൊക്കെ, ഇങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്സുകളൊക്കെ ക്യാൻ ബി ഫൗണ്ട് ഇൻ വില്ലേജസ്, എല്ലാ വില്ലേജുകളിലും കാണാം. ഓൾ ഓവർ ദ കൺട്രി, നമ്മുടെ ഈ രാജ്യം മൊത്തം എല്ലാ വില്ലേജുകളിലും ഇതുപോലെയുള്ള സിമ്പിൾ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാവും. അത് ശരിയാണ്. പക്ഷേ എന്താണ് ഇവിടുത്തെ പ്രത്യേകത? The HOREGALLU in our village holds special memories for me as it is inextricably linked with my grandfather. അപ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഈ വില്ലേജിലെ ഈ HOREGALLU എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില പ്രത്യേക ഓർമ്മകൾ നിറഞ്ഞതായിരുന്നു. ആസ് ഇറ്റ് ഈസ് ഇനെക്സ്ട്രിക്കബിളി, കാരണം എന്തായിരുന്നു? അത് വേർപെടുത്താൻ കഴിയാത്ത വിധത്തിൽ ലിങ്ക്ഡ് വിത്ത് മൈ ഗ്രാൻഡ് ഫാദർ, വേർപെടുത്താനാവാത്ത വിധം എൻ്റെ ഗ്രാൻഡ് ഫാദറുമായി വളരെ ബന്ധമുണ്ടായിരുന്ന ഒന്നായിരുന്നു ഞങ്ങളുടെ വില്ലേജിലെ ഈ HOREGALLU. ഇനെക്സ്ട്രിക്കബിളി മീൻസ് വേർപെടുത്താൻ സാധിക്കാത്ത വിധത്തിലുള്ള. He was a retired school teacher and would spend hours every day sitting under the banyan tree and talking to those resting there. He was a retired school teacher. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു റിട്ടയേർഡ് സ്കൂൾ ടീച്ചർ ആയിരുന്നു. And would spend hours every day.
എന്നിട്ട് അദ്ദേഹം ദിവസവും മണിക്കൂറുകളോടും സ്പെൻഡ് ചെയ്യും, ചിലവഴിക്കും. സിറ്റിംഗ് അണ്ടർ ദ ബനിയൻ ട്രീ, ആ ബനിയൻ ട്രീയുടെ താഴെ ഇരുന്നു കൊണ്ട്. ആൻഡ് ടോക്കിംഗ് ടു ദോസ് റെസ്റ്റിംഗ് ദെയർ, അവിടെ ഇരിക്കുന്ന റെസ്റ്റ് ചെയ്യുന്ന ആളുകളുമായിട്ട് എൻ്റെ ഗ്രാൻഡ് ഫാദർ സംസാരിച്ചിരിക്കും. വെൻ ഐ വുഡ് ഗെറ്റ് ടയേർഡ് ഓഫ് പ്ലേയിങ്, അങ്ങനെ ഞാൻ പറഞ്ഞു അല്ലേ, ഒരുപാട് സമയം ഈ ആൽമരച്ചുവട്ടിൽ കളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ കളിച്ച് കളിച്ച് ഞാൻ ക്ഷീണിക്കുന്ന സമയത്ത് I would sit next to him and observe the people he was speaking to and listen to their conversation. അങ്ങനെ ഞാൻ ക്ഷീണിച്ച് ചില സമയത്ത് എന്ത് ചെയ്യും, ഐ വുഡ് സിറ്റ്, കളിച്ച് ക്ഷീണിച്ച് നിൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഐ വുഡ് സിറ്റ് നെക്സ്റ്റ് ടു ഹിം, ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് പോയിരിക്കും. ആൻഡ് ഒബ്സർവ് ദ പീപ്പിൾ ഹി വാസ് സ്പീക്കിംഗ് ടു, എൻ്റെ ഗ്രാൻഡ് ഫാദർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ആളുകളെയും എൻ്റെ ഗ്രാൻഡ് ഫാദറിനെയും ഒക്കെ ഞാനിങ്ങനെ നിരീക്ഷിക്കും. ആൻഡ് ലിസൺ ടു ദെയർ കോൺവെർസേഷൻ, എന്നിട്ട് അവരുടെ സംസാരം ഞാൻ കേട്ടിരിക്കും. മോസ്റ്റ് ഓഫ് ദം were villagers taking a break from their work in the fields nearby. അവരിലധിക പേരും ആ വില്ലേജിലുള്ളവർ തന്നെയായിരുന്നു. ടേക്കിംഗ് എ ബ്രേക്ക് ഫ്രം ദിയർ വർക്ക്, അല്ലേ, അവരുടെ വർക്കിൽ നിന്നും അല്പസമയത്തേക്ക് റെസ്റ്റ് എടുക്കുന്നതായിരിക്കാം. ഇൻ ദ ഫീൽഡ്സ് നിയർ ബൈ, അതായത് തൊട്ടടുത്തുള്ള ആ ഫീൽഡിൽ നിന്നും, അവരുടെ പണിസ്ഥലത്തു നിന്നും എന്താണ് പണിയെടുത്ത് അല്പനേരത്തേക്ക് വിശ്രമിക്കുന്നവരായിരിക്കും അവരിലധിക പേരും. ദേ ഹാവ് ടു വാക്ക് ലോങ് ഡിസ്റ്റൻസ് ഈച്ച് ഡേ, അവരുടെ ഈ ജോലി സ്ഥലത്തെത്താൻ ദേ ഹാവ് ടു വാക്ക് ലോങ് ഡിസ്റ്റൻസ് ഈച്ച് ഡേ, ഓരോ ദിവസവും ഒരുപാട് ദൂരം നടക്കേണ്ടി വരുന്നു. ക്യാരിയിങ് ഹെവി ബേർഡൻസ് ഓൺ ദെയർ ഹെഡ്സ്, അവരുടെ ചുമലുകളിൽ അല്ലെങ്കിൽ തലകളിൽ ഹെവി ബേർഡൻസ്, കനത്ത ഭാരവുമേറ്റി, എന്ന് പറഞ്ഞാൽ അവരുടെ പണിയായുധങ്ങളോ മറ്റുള്ള അവരുടെ ജോലി ഉപകരണങ്ങളോ ഒക്കെ ആയിട്ട് അവർ ഒരുപാട് ഭാരവുമേറ്റിക്കൊണ്ട് ഒരുപാട് ദൂരം നടക്കേണ്ടി വരുന്നു. Tired out by the heat, they would drink the cool water, wash their faces with it and chat with grandfather. അങ്ങനെ ഈ കൊടും ചൂടിൽ ക്ഷീണിച്ചവരെന്ത് ചെയ്യും, they would drink the cool water, അവർ തണുത്ത വെള്ളം കുടിക്കും. wash their faces, അതുകൊണ്ട് അവരുടെ മുഖം അവർ കഴുകും. ആൻഡ് chat with grandfather, എന്നിട്ട് ഗ്രാൻഡ് ഫാദറുമായിട്ട് അല്പസമയം സംസാരിച്ചിരിക്കും. Their conversation would be about their daily loves and worries. അവരുടെ കോൺവെർസേഷൻ, അവർ ഗ്രാൻഡ് ഫാദറുമായിട്ട് നടത്തിയിരുന്ന സംഭാഷണം മുഴുവൻ എന്തായിരുന്നു, അവരുടെ ഡെയിലി ലൈവ്സ്, അവരുടെ ദിനേനയുള്ള ജീവിതത്തെക്കുറിച്ചും അതിലെ പ്രയാസങ്ങളെക്കുറിച്ചുമൊക്കെ ആയിരുന്നു. Master ji, this summer has been so hot. I have never seen such dry weather. Or Master ji, it is getting difficult for me to carry these large loads on my head. Thank God for this HOREGALLU. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദറുമായിട്ട് അവരുടെ ഡെയിലി ലൈവ്സ് ആൻഡ് വറീസ്, ദിനേനയുള്ള ജീവിത വിഷമങ്ങളൊക്കെയാണ് അവർ പങ്കുവെക്കുന്നത്. എന്നിട്ട് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. മാസ്റ്റർ ജി, ദിസ് സമ്മർ ഹാസ് ബീൻ സോ ഹോട്ട്, ഈ വേനൽക്കാലം എന്തൊരു ചൂടാണ്. ഐ ഹാവ് നെവർ സീൻ സച്ച് ഡ്രൈ വെതർ, ഇങ്ങനെ ഒരു വരണ്ട കാലാവസ്ഥ, ഡ്രൈ വെതർ, അല്ലേ, ഇത്ര വരണ്ട ചൂടുള്ള കാലാവസ്ഥ അതിനു മുമ്പ് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ഓർ മാസ്റ്റർ ജി, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു ക്യാരി ദിസ് ലാർജ് ലോഡ്സ് ഓൺ മൈ ഹെഡ്. അപ്പോൾ ഒരാൾ ചൂടുള്ള കാലാവസ്ഥയെ പറ്റിയാണ് ഗ്രാൻഡ് ഫാദറിനോട് പറയുന്നതെങ്കിൽ മറ്റൊരാൾ മാസ്റ്റർ ജി എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു ക്യാരി ദിസ് ലാർജ് ലോഡ്സ് ഓൺ മൈ ഹെഡ്, എൻ്റെ തലയിൽ ഇത്രയും വലിയ ഭാരവുമേറ്റി നടക്കാൻ എനിക്ക്, അല്ലെങ്കിൽ ഇത്രയും ദൂരം നടക്കാൻ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. താങ്ക് ഗോഡ് ഫോർ ദിസ് ഹൊറഗല്ലു, അതിനിടയിൽ ഇങ്ങനെ ഒരു ഹൊറഗല്ലു ഉണ്ടായത്, റെസ്റ്റ് എടുക്കാനൊരു സ്ഥലമുണ്ടായത്, നന്ദി, ദൈവത്തിന് നന്ദി. ഐ വിഷ് മൈ സൺ വുഡ് ഹെൽപ്പ്, എൻ്റെ മകൻ എൻ്റെ കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ബട്ട് ഹി ഓൺലി വാണ്ട്സ് ടു ഗോ ടു ദ സിറ്റി, പക്ഷേ അവൻ്റെ ആഗ്രഹം എപ്പോഴും എന്താണ്, ഈ ഗ്രാമത്തിലേക്ക് വരാനോ ജോലിയിൽ എന്നെ ഹെൽപ്പ് ചെയ്യാനോ ഒന്നും എൻ്റെ മകന് താല്പര്യമില്ല, അവനെപ്പോഴും ടൗണിലേക്ക് പോവണം. ദേ സ്പോക്ക് അബൌട്ട് ദ ഡിഫിക്കൽട്ടീസ് ദേ ലിവ്ഡ് വിത്ത്, അങ്ങനെ ഓരോരുത്തരും അവരുടെ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഗ്രാൻഡ് ഫാദറോട് പറയും. My grandfather could only listen to them, but just talking to him seemed to refresh them for the journey. എൻ്റെ ഗ്രാൻഡ് ഫാദർ അവർ പറയുന്നത് എന്ത് ചെയ്യും, കുഡ് ഓൺലി ലിസൺ ടു ദം, അവർ പറയുന്നത് അങ്ങനെ കേട്ടു കൊടുക്കും. ബട്ട് ജസ്റ്റ് ടോക്കിംഗ് ടു ഹിം സീംഡ് ടു റീഫ്രഷ് ദം, അങ്ങനെ ഗ്രാൻഡ് ഫാദറിനോട് അവരുടെ പ്രയാസങ്ങൾ പറയുക എന്നുള്ളത് തന്നെ അവർക്കൊരു ആശ്വാസമായിരുന്നു, അവർക്കൊരു റിഫ്രഷ്മെൻ്റ് ആയിരുന്നു. ഫോർ ദം ഫോർ ദ ജേണി, അവരുടെ യാത്ര സീംഡ് ടു റീഫ്രഷ് ദം ഫോർ ദ ജേണി, അല്ലേ, അവരുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് റീഫ്രഷ്മെൻറ്റ് കിട്ടാനും ഒക്കെ ഗ്രാൻഡ് ഫാദറിനോടുള്ള അവരുടെ ഈ സംസാരം അവർക്ക് ഉപകാരപ്രദമായിരുന്നു.
After some time, they would pick up their burdens with some ease and go on their way. അങ്ങനെ ഗ്രാൻഡ് ഫാദറുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്കൊരു റിഫ്രഷ്മെൻറ്റ് ലഭിക്കും. അങ്ങനെ അതിനുശേഷം അവരെന്ത് ചെയ്യും, കുറച്ച് സമയം കഴിഞ്ഞ് അവരവരുടെ ദേ വുഡ് പിക്ക് അപ്പ് ദിയർ ബേർഡൻസ്, അവരവരുടെ ബേർഡൻസ്, അവരുടെ ഭാരങ്ങൾ, അവരുടെ ആ ജീവിത പ്രയാസങ്ങളുമായി അല്ലെങ്കിൽ അവരുടെ എന്താണ് പണി ആയുധങ്ങളും ഒക്കെ ആയിട്ട് അവരെന്ത് ചെയ്യും, അത് ഒന്ന് എന്താണ് എടുത്തുകൊണ്ട് വിത്ത് സം ഈസ് അല്ലേ, ഒരല്പം ആശ്വാസത്തിൽ അത് പേറിക്കൊണ്ട് ആൻഡ് ഗോ ഓൺ ദിയർ വേ, അവരവരുടെ വഴിക്ക് പോകും. The Horegallu was an important feature in their lives, and as a child I would often not understand why they blessed it so often for being there. അങ്ങനെ the Horegallu was an important feature in their lives. എന്താണ് വില്ലേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹൊരഗല്ലു എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകം തന്നെയായിരുന്നു, ഒരു പ്രധാന ഘടകം തന്നെയായിരുന്നു. ആൻഡ് ആസ് എ ചൈൽഡ്, ഒരു കുട്ടി എന്ന നിലയ്ക്ക് ഐ വുഡ് ഓഫൺ നോട്ട് അണ്ടർസ്റ്റാൻഡ്, പക്ഷേ എനിക്ക് മനസ്സിലായില്ല വൈ ദേ ബ്ലെസ്ഡ് ഇറ്റ് സോ ഓഫൺ ഫോർ ബീയിങ് ദെയർ, എന്തുകൊണ്ടാണ് ഈ ഒരു ഹൊരഗല്ലു അവിടെ ഈ ഹൊരഗല്ലു അവിടെ ഉള്ളത് ഇത്രമാത്രം ഈ യാത്രക്കാർക്ക് എങ്ങനെയാണ് ബ്ലെസ് ആവുന്നത്, അനുഗ്രഹമാവുന്നത് എന്ന് എനിക്ക് അന്ന് ഞാനൊരു ചെറിയ കുട്ടിയായതുകൊണ്ട് മനസ്സിലായില്ല. ആഫ്റ്റർ ഓൾ ഇറ്റ് വാസ് എ സ്റ്റോൺ ബെഞ്ച്, എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇറ്റ് വാസ് ഓൺലി എ സ്റ്റോൺ ബെഞ്ച്, അത് വെറും ഒരു സ്റ്റോൺ ബെഞ്ച് മാത്രമായിരുന്നു. ഇറ്റ് വാസ് മൈ ഗ്രാൻഡ് ഫാദർ ഹൂ ടോൾഡ് മീ, എന്നാൽ എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് എനിക്ക് പറഞ്ഞു തന്നത്. ചൈൽഡ്, എ ഹൊറഗല്ലു ഈസ് എസെൻഷ്യൽ ഇൻ എനി ജേണി, ഒരു ഹൊരഗല്ലു കുട്ടി, ഒരു ഹൊരഗല്ലു എന്ന് പറയുന്നത് എന്താണ്, ഈസ് എസെൻഷ്യൽ ഇൻ എനി ജേണി, ഏതൊരു യാത്രയിലും വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് ഹൊരഗല്ലു. ഒരു ഹൊരഗല്ലു എന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് എൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു. We all carry our burdens according to our situations and capacities. But every once in a while we need to stop, put down the burdens and rest. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് എനിക്ക് പറഞ്ഞു തന്നത്, കുട്ടി, ഒരു ഹൊരഗല്ലു എന്ന് പറയുന്നത് ഓരോ ജേണിയിലും ഓരോ യാത്രയിലും അനിവാര്യമായ ഒന്നാണ്. വി ഓൾ ക്യാരി അവർ ബർഡൻസ് അക്കോർഡിംഗ് ടു അവർ സിറ്റുവേഷൻസ് ആൻഡ് കപ്പാസിറ്റീസ്, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭാരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചുമടുകൾ വഹിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ അക്കോർഡിംഗ് ടു അവർ സിറ്റുവേഷൻസ്, നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചും ആൻഡ് കപ്പാസിറ്റീസ്, നമ്മുടെ കഴിവുകൾക്കും അനുസരിച്ചുള്ള ജീവിത ഭാരങ്ങൾ നമ്മൾ ഓരോരുത്തരും വഹിച്ചുകൊണ്ടിരിക്കുന്നു. ബട്ട് എവ്രി വൺസ് ഇൻ എ വൈൽ വി നീഡ് ടു സ്റ്റോപ്സ്, പക്ഷേ അവിടെ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും നമ്മളും ഒന്ന് നിർത്തേണ്ടിയിരിക്കുന്നു, നമുക്കും നിർത്തേണ്ടി വരും. പുട്ട് ഡൗൺ ദാറ്റ് ബേർഡൻസ് ആൻഡ് റെസ്റ്റ്, നമ്മുടെ ആ ജീവിതഭാരങ്ങൾ, നമ്മുടെ യാത്രയിൽ നമ്മൾ വഹിക്കുന്ന ഭാരങ്ങൾ നമ്മൾ ഇറക്കി വെക്കേണ്ടി വരും. ഓൺലി ദെൻ ക്യാൻ വി ബി റിഫ്രഷ്ഡ് ഇനഫ് ടു പിക്ക് അപ്പ് ദ ലോഡ്സ് വൺസ് മോർ, അങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഓൺലി ദെൻ, എന്നാൽ മാത്രമേ നമ്മുടെ ആ ഭാരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇറക്കി വെക്കാനുള്ള ഒരു റെസ്റ്റിംഗ് പ്ലേസ് വേണം, എങ്കിൽ മാത്രമേ വി ബി റീഫ്രഷ്ഡ് ഇനഫ്, നമുക്ക് വേണ്ട രീതിയിൽ റിഫ്രഷ്മെൻറ്റ് ലഭിക്കാനും ആൻഡ് ടു പിക്ക് അപ്പ് ദ ലോഡ്സ് വൺസ് മോർ, വീണ്ടും നമ്മുടെ ഭാരവും പേറി നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ. ദ ഹൊരഗല്ലു ഗീവ്സ് എവ്രി വൺ ദാറ്റ് ഓപ്പർച്യൂണിറ്റി ടു ഡു സോ, ഈ ഒരു ഹൊരഗല്ലു അത് പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാവർക്കും അങ്ങനെയുള്ളൊരവസരം നൽകുന്നു. അതായത് തങ്ങളുടെ ഓരോ യാത്രക്കാർക്കും അവരുടെ യാത്രയിൽ ഒരു റെസ്റ്റിംഗ് പ്ലേസ് ആയിട്ട് ഈ ഹൊരഗല്ലു മാറുന്നു. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ റീഗെയിൻ ദെയർ സ്ട്രെങ്ത്, അപ്പോൾ ഈ ഹൊരഗല്ലു അല്പസമയത്തേക്ക് വിശ്രമിക്കാനും അതിലൂടെ വീണ്ടും അവരുടെ സ്ട്രെങ്ത് നേടിയെടുത്തുകൊണ്ട് വീണ്ടും യാത്ര തുടരാനും ഈ ഹൊരഗല്ലു അവരെ സഹായിക്കുന്നു. Later on in life, I got to see something that reminded me of that stone bench once more. അങ്ങനെ അതിനുശേഷം പിന്നീട് എൻ്റെ ജീവിതത്തിലൊരിക്കൽ ഐ ഗോട്ട് ടു സീ സംതിങ്, എനിക്ക് ഒരവസരമുണ്ടായി. ദാറ്റ് റിമൈൻഡഡ് മീ ഓഫ് ദാറ്റ് സ്റ്റോൺ ബെഞ്ച് വൺസ് മോർ, ആ സ്റ്റോൺ ബെഞ്ചിനെ, ആ ഹൊരഗല്ലുവിനെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഐ വാസ് വർക്കിംഗ് ഇൻ ബോംബെ, നൗ മുംബൈ, അതായത് അത് ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മുംബൈയിൽ വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു. വൺ ഓഫ് മൈ കൊളീഗ്സ്, രത്ന, വാസ് എ സീനിയർ ക്ലർക്ക്. എൻ്റെ വൺ ഓഫ് മൈ കൊളീഗ്സ് എന്ന് പറഞ്ഞാൽ സഹപ്രവർത്തക, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന രത്ന, ഷി വാസ് എ സീനിയർ ക്ലർക്ക്. അപ്പോൾ ആരായിരുന്നു അവിടുത്തെ മുതിർന്ന ക്ലർക്കായിരുന്നു. മിഡിൽ ഏജ്ഡ്, മധ്യവയസ്ക, ആൻഡ് ഓൾവേസ് സ്മൈലിംഗ്, എപ്പോഴും പുഞ്ചിരിക്കുന്ന മധ്യവയസ്കയായിട്ടുള്ള അവിടുത്തെ ഒരു സീനിയർ ക്ലർക്കായിരുന്നു രത്ന.
She had done her graduation and been working in the company for nearly 25 years. അങ്ങനെ രത്നയുടെ എന്താണ് ക്വാളിഫിക്കേഷൻ എന്താണ്, അവരുടെ ഗ്രാജുവേഷൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് 25 വർഷത്തോളമായിട്ട് ആ കമ്പനിയിൽ അവർ വർക്ക് ചെയ്യുന്നു. ഷീ വെൻ്റ് അബൌട്ട് ഹർ റിപ്പിറ്റേറ്റീവ് മുണ്ടൈൻ വർക്ക് വിത്ത് ആൻ ഇൻഫെക്ച്വസ് ചിയർഫുൾനെസ്. എന്നിട്ടോ ഷീ വെൻ്റ് അബൌട്ട് ഹർ റിപ്പിറ്റേറ്റീവ്, സ്ഥിരമായിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരേപോലെയുള്ള മുൻറ്റെയിൻ വർക്ക്, അവരുടെ യൂഷ്വൽ വർക്ക്, സാധാരണ ജോലി, വിത്ത് ആൻ ഇൻഫെക്ഷ്യസ് ഷിയർഫുൾനെസ്, അങ്ങേയറ്റത്തെ ഹാപ്പിയോടുകൂടെയായിരുന്നു ഈ 25 വർഷവും അവരവരുടെ ജോലി തുടർന്നുകൊണ്ടിരുന്നത്. Every day during the lunch hour, she would sit with some person in one of the rooms and they would have long chats. Every day during the lunch hour, അങ്ങനെ എല്ലാ ദിവസവും ലഞ്ച് ടൈമിൽ, ഉച്ചഭക്ഷണ സമയത്ത്, ഷി വുഡ് സിറ്റ് വിത്ത് സം പേഴ്സൺ ഇൻ വൺ ഓഫ് ദ റൂംസ്, അവിടെ ഞങ്ങളുടെ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുമായിട്ട്, ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് ഷീ വുഡ് സിറ്റ്, അവിടെ രത്നയിരിക്കും, ഇൻ വൺ ഓഫ് ദ റൂം, ഒരു റൂമിൽ, ആൻഡ് ദേ വുഡ് ഹാവ് ലോങ് ചാറ്റ്സ്, എന്നിട്ട് അവരുമായിട്ട് അവർ ദീർഘനേരം സംസാരിക്കും. ഐ വുഡ് ഓഫൺ വണ്ടർ വാട്ട് ദേ ടോക്ക്ഡ് അബൌട്ട്, മിക്കപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടിരുന്നു, എന്താണ് ഇവർ ഇത്ര അധികം സംസാരിക്കുന്നത്. വൺ ഡേ ഐ ഫൈനലി ആസ്ക്ഡ് ഹർ, അങ്ങനെ ഒരുപാട് ദിവസം ഈ സംശയം മനസ്സിൽ കൊണ്ടു നടന്ന് ഒരു ദിവസം ഞാൻ രത്നയോട് ചോദിച്ചു, രത്ന, വാട്ട് ഡു യു ടോക്ക് വിത്ത് ഈച്ച് പേഴ്സൺ ഫോർ ദ ഹോൾ ലഞ്ച് അവർ? ഈ ഓരോ ദിവസവും ഓരോ വ്യക്തികളുമായിട്ട് എന്താണ് ഈ ലഞ്ച് അവറിൽ, നമ്മുടെ ഈ ലഞ്ച് ടൈമിൽ നിങ്ങൾ എന്താണ് ഇത്രയും അധികം നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ അവസാനം രത്നയോട് ചോദിച്ചു. But how can you solve the troubles of so many people? Do you always have an answer for them? അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, ബട്ട് ഹൗ ക്യാൻ യു സോൾവ് ദ ട്രബിൾസ് ഓഫ് സോ മെനി പീപ്പിൾ? ഇത്രയും ആളുകളുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ, പരിഹരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? ഡു യു ഓൾവേസ് ഹാവ് ആൻ ആൻസർ ഫോർ ദം? ഇവർക്കൊക്കെ എന്തെങ്കിലും മറുപടി നൽകാൻ, അവരുടെ പ്രയാസങ്ങൾ പറയുമ്പോൾ എന്തെങ്കിലും ഒരു മറുപടി അവർക്ക് വേണ്ടി നൽകാൻ നിങ്ങൾക്കുണ്ടാവാറുണ്ടോ? നോ, ഐ ഓൺലി ലിസൺ. അപ്പോൾ അതിനുള്ള മറുപടിയായിട്ട് രത്ന എന്താ പറഞ്ഞത്? ഇല്ല, എല്ലായ്പ്പോഴും അവർക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ എനിക്ക് സാധിക്കാറില്ല, പക്ഷെ ഞാൻ എന്ത് ചെയ്യും? ഐ ഓൺലി ലിസൺ, ഞാൻ അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ഇനഫ്, ദാറ്റ് സോൾവ്സ് ദ പ്രോബ്ലംസ്. ഐ വാസ് യങ് ആൻഡ് ഇൻക്രെഡുലസ് അറ്റ് സച്ച് എ സിംപ്ലിസ്റ്റിക് ഔട്ട്ലുക്ക്. അപ്പം ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ആൻഡ് ദാറ്റ് ഇസ് ഇനഫ്, അത് മതിയോ? അവരുടെ ജസ്റ്റ് കേട്ടിരിക്കുക എന്നുള്ളത് കൊണ്ട് ദാറ്റ് സോൾവ്സ് ദ പ്രോബ്ലംസ്, അത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമോ? ഐ വാസ് യങ് ആൻഡ് ഇൻക്രെഡുലസ് അറ്റ് സച്ച് എ സിംപ്ലിസ്റ്റിക് ഔട്ട്ലുക്ക്. ഐ വാസ് യങ്, ഞാൻ വളരെ ചെറുപ്പമായിരുന്നു, ആൻഡ് ഇൻക്രെഡുലസ്, അല്ലേ, എനിക്ക് വളരെയധികം അവിശ്വസനീയമായിട്ട് തോന്നി, അറ്റ് സച്ച് എ സിംപ്ലിസ്റ്റിക് ഔട്ട്ലുക്ക്. രത്നയുടെ ഈ വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള, വളരെ എന്താണ് ലളിതമായിട്ടുള്ള അവരുടെ ആ ഔട്ട്ലുക്ക്, അവരുടെ ആ ബിഹേവിയറും എനിക്ക് വളരെയധികം അവിശ്വസനീയമായിട്ട് തോന്നി. But Ratna answered with the same patience and affections that she must have used with all my colleagues. പക്ഷേ രത്ന എന്ത് ചെയ്തു? ഷീ ആൻസേർഡ് വിത്ത് ദ സെയിം പേഷ്യൻസ്. എൻ്റെ ചോദ്യങ്ങളൊന്നും അവൾക്ക് ദേഷ്യം പിടിപ്പിച്ചില്ല. അവർ മറ്റുള്ളവരോട് കാണിക്കുന്ന അതേ ക്ഷമയോടുകൂടിയും ആൻഡ് അഫെക്ഷൻ, അതേ സ്നേഹത്തോടും വാത്സല്യത്തോടു കൂടിയും തന്നെ അവൾ എനിക്ക് മറുപടി തന്നു. ദാറ്റ് ഷീ മസ്റ്റ് ഹാവ് യൂസ്ഡ് വിത്ത് ഓൾ മൈ കൊളീഗ്സ്. എൻ്റെ മറ്റുള്ള സഹപ്രവർത്തകരുമായിട്ട് രത്ന എങ്ങനെയാണോ അവരോട് ക്ഷമയോടുകൂടെയും സ്നേഹത്തോടുകൂടെയും പെരുമാറുന്നത്, അതേ ക്ഷമയോടും അഫെക്ഷനോടും കൂടെ അവരെനിക്ക് മറുപടി നൽകി. ഐ എം നോട്ട് എ ട്രെയിൻഡ് കൗൺസിലർ ഓർ അൻ ഇൻ്റലക്ച്വൽ. ഞാനൊരു ട്രെയിനിങ് അതിനു വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്തെടുത്ത ഒരു കൗൺസിലറോ അല്ലെങ്കിൽ ഒരു ഇൻ്റലക്ച്വലോ, ആ ഒരു ഫീൽഡിൽ പാണ്ഡിത്യം നേടിയിട്ടുള്ള ഒരു കൗൺസിലറോ ഇൻ്റലക്ച്വലോ ഒന്നുമല്ല. നോ വൺ ക്യാൻ സോൾവ് യുവർ പ്രോബ്ലംസ്. ഒരാൾക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കഴിയില്ല. യു ഹാവ് ടു ഡു ഇറ്റ് യുവർ സെൽഫ്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടത്, ഓരോരുത്തരും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടത് അവരവർ തന്നെയാണ്. ദെൻ ഹൗ ഡു യു ഹെൽപ്പ് ദം ബൈ ലിസണിങ് ടു ദം. അപ്പം ഞാൻ രത്നയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ, രത്ന പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും വളരെ യങ്ങായതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അപ്പോൾ വീണ്ടും ഞാൻ രത്നയോട് ചോദിക്കുകയാണ്, ഹൗ ഡു യു ഹെൽപ്പ് ദം ബൈ ലിസണിങ് ടു ദം. വെറും ഒരു ലിസണിങ്, നിങ്ങൾ അവർ പറയുന്നത് കേൾക്കുക എന്നതിലൂടെ എങ്ങനെയാണ് നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുക? God has given me 2 ears to listen to others. I hear them out with sympathy and without any judgment.
അപ്പോൾ വീണ്ടും എൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് രത്ന പറഞ്ഞു, ഗോഡ് ഹാസ് ഗിവൻ മീ 2 years ടു ലിസൺ ടു അതേഴ്സ്. മറ്റുള്ളവരെ ശ്രദ്ധിക്കാനും കേൾക്കാനും മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കാനുമൊക്കെ ദൈവം എനിക്ക് 2 ചെവികൾ തന്നിട്ടുണ്ട്. ഐ ഹിയർ ദം ഔട്ട് വിത്ത് സിമ്പതി ആൻഡ് വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ്. അവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ വളരെ സിമ്പതിയോടുകൂടെ അനുകമ്പയോടുകൂടെ കേൾക്കും. ആൻഡ് വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ്. അവരുടെ കാര്യങ്ങൾ ഞാൻ ഒരിക്കലും ജഡ്ജ്മെൻറ്റ് വിധി പറയില്ല. എന്ന് പറഞ്ഞാൽ അതങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊന്നും ഞാൻ പറയില്ല. വെൻ എ പേഴ്സൺ ഇൻ ട്രബിൾ ഓർ അണ്ടർ എ ലോട്ട് ഓഫ് സ്ട്രെയിൻ ഫൈൻഡ്സ് ആൻ ഔട്ട്ലെറ്റ് ഫോർ ഹിസ് വറീസ്. ഒരു വ്യക്തി വെൻ എ പേഴ്സൺ ഇൻ ട്രബിൾ ഓർ അണ്ടർ എ ലോട്ട് ഓഫ് സ്ട്രെയിൻ, ഒരു വ്യക്തി വളരെയധികം പ്രയാസത്തിൽ, ട്രബിളിൽ അല്ലെങ്കിൽ ഓർ എ ലോട്ട് ഓഫ് സ്ട്രെയിൻ, വളരെയധികം മാനസിക വിഷമം അനുഭവിക്കുന്ന ഒരവസ്ഥയിലാകുമ്പോൾ, ഫൈൻഡ്സ് ആൻ ഔട്ട്ലെറ്റ് ഫോർ ഹിസ് വറീസ്, അവൻ തൻ്റെ വിഷമങ്ങൾക്ക് അത് പറയാൻ വേണ്ടിയിട്ട് ഫൈൻഡ്സ് ആൻ ഔട്ട്ലെറ്റ്, അതെങ്ങനെയെങ്കിലും പുറത്ത് പറയാനൊരു വഴി അവൻ അന്വേഷിക്കുന്നു. ഇറ്റ് റിലീവ്സ് ഹാഫ് ഹിസ് ബേർഡൻ. അങ്ങനെ തൻ്റെ ആ സ്ട്രെയിനിലെ അല്ലെങ്കിൽ ട്രബിൾസ്, പ്രയാസങ്ങളൊക്കെ അത് മറ്റുള്ളവരുമായിട്ട് അല്ലെങ്കിൽ അത് പറയാൻ പറ്റിയ ആളുകളുമായിട്ട് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് റിലീവ്സ് ഹാഫ് ഹിസ് ബേർഡൻ, അവൻ്റെ ആ പ്രയാസത്തിൻ്റെ പകുതി കുറക്കാൻ അത് അവർക്ക് സാധിക്കുന്നു, അതിലൂടെ അവർക്ക് സാധിക്കുന്നു. ഐ തോട്ട് ഫോർ സം ടൈം ആൻഡ് സെഡ്, അങ്ങനെ അല്പനേരം ഞാനിങ്ങനെ ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, ബട്ട് ഡോണ്ട് യു എവർ ബ്രേക്ക് ദ കോൺഫിഡൻസ് ആൻഡ് ടെൽ അതേഴ്സ് ദ സീക്രറ്റ്സ് യു ഹിയർ ഈവൻ ബൈ മിസ്റ്റേക്ക്. അപ്പോൾ ഞാൻ രത്നയോട് ചോദിച്ചു, ഡോണ്ട് യു എവർ ബ്രേക്ക് ദ കോൺഫിഡൻസ്, അവരുടെ ഈ നിങ്ങളോട് നീ അവരുടെ പ്രയാസങ്ങൾ പറയുന്ന ഈ കൊളീഗ്സിൻ്റെ ആത്മവിശ്വാസത്തെ എപ്പോഴെങ്കിലും നിങ്ങൾ തകർത്തിട്ടുണ്ടോ? ആൻഡ് ടെൽ അതേഴ്സ് ദ സീക്രട്ട് യു ഹിയർ, എങ്ങനെ? അതായത് നിങ്ങൾ അവർ പറഞ്ഞ അവരുടെ രഹസ്യങ്ങൾ, ജീവിത വിഷമങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് അവരുടെ ആ കോൺഫിഡൻസ് എപ്പോഴെങ്കിലും നിങ്ങൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ? ഈവൻ ബൈ മിസ്റ്റേക്സ്, അറിയാതെയെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ രത്നയോട് ചോദിച്ചു. Not even in my dreams. I consider that to the worst kind of betrayal. I don't think there is a greater sin than betraying someone's confidence. അപ്പോൾ അതിനുള്ള മറുപടിയായിട്ട് രത്ന എന്താ പറഞ്ഞേ? ഏയ് നോട്ട് ഈവൻ ഇൻ മൈ ഡ്രീംസ്, ഒരിക്കലും എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ അങ്ങനെ കരുതിയിട്ടില്ല. ഐ കൺസിഡർ ദാറ്റ് ടു ബി ദ വേസ്റ്റ് കൈൻഡ് ഓഫ് ബിട്രയൽ. വേസ്റ്റ് കൈൻഡ് ഓഫ് ബിട്രയൽ, ബിട്രയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിട്രയൽ മീൻസ് വഞ്ചനയാണ്. ആ വഞ്ചനയുടെ ഏറ്റവും മോശമായ രീതിയാണ് ഒരാൾ അവരുടെ രഹസ്യങ്ങൾ അല്ലേ നമ്മളോട്, അവരുടെ വിഷമങ്ങൾ പങ്കുവെച്ചത് മറ്റൊരാളോട് നമ്മൾ പറയുക എന്നുള്ളത്, അതെ വഞ്ചനയുടെ ഏറ്റവും വേസ്റ്റ് കൈൻഡാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എ ഗ്രേറ്റർ സിൻ ദാൻ ബിട്രയിങ് സം വൺസ് കോൺഫിഡൻസ്. എന്നിട്ട് രത്ന പറയാണ്, ഐ ഡോണ്ട് തിങ്ക്, ഞാൻ ചിന്തിക്കുന്നില്ല, ദർ ഇസ് എ ഗ്രേറ്റർ സിൻ, ഏറ്റവും വലിയ ഒരു പാപമുണ്ടെന്ന്, ദാൻ ബിട്രയിങ് സം വൺസ് കോൺഫിഡൻസ്, ഒരാളുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്നതിനേക്കാളും വലിയൊരു ഗ്രേറ്റർ സിൻ, വലിയ പാപമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. They tell me their worries because they know I will never talk about it or gossip about it to another person. ദേ ടെൽ മീ ദെയർ വറീസ്, അവരവരുടെ വിഷമങ്ങൾ എന്നോട് പറയുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ നോ, അവർക്കറിയാം. ഐ വിൽ നെവർ ടോക്ക് അബൌട്ട് ഇറ്റ്, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുകയില്ല. ഓർ ഗോസിപ്പ് അബൌട്ട് ഇറ്റ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ മറ്റുള്ളവരോട് ഏഷണി പറയില്ല. ഇറ്റ് അനദർ പേഴ്സൺ, അല്ലേ മറ്റൊരു വ്യക്തിയോട് അതിനെക്കുറിച്ച് ഞാൻ പറയില്ല എന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് അവരവരുടെ പ്രയാസങ്ങൾ ഞാനുമായിട്ട് പങ്കുവെക്കുന്നത്. ഓൺലി വെൻ ദേ നോ ദെയർ വേർഡ്സ് ആർ സെക്യൂർ വിത്ത് മീ ക്യാൻ ദേ ടോക്ക് ടു മീ ഫ്രീലി. അവരുടെ വാക്കുകൾ അല്ലേ എൻ്റെ അടുത്ത് സുരക്ഷിതമാണ്, അല്ലെങ്കിൽ അവർ പറഞ്ഞത് മറ്റുള്ളവർ അറിയില്ല എന്നുള്ള ഉറപ്പുണ്ടാവുമ്പോഴല്ലേ അവർക്ക് എന്നോട് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ കഴിയൂ. ദിസ് വേ ഐ റിലീവ് ദെയർ ബർഡൻസ് ഫോർ എ ഷോർട്ട് വൈൽ ടിൽ ദേ ആർ റെഡി ടു പിക്ക് ദംസെൽസ് അപ്പ് ആൻഡ് ക്യാരി ഓൺ വിത്ത് ദെയർ ജേണി. ദിസ് വേ, ഇങ്ങനെയാണ് ഐ റിലീവ് ദെയർ ബർഡൻസ്, ഞാൻ അവരുടെ പ്രയാസങ്ങൾക്ക് കുറച്ചെങ്കിലും ആശ്വാസം നൽകുന്നത്. ഫോർ എ ഷോർട്ട് വൈൽ, ഒരല്പനേരത്തേക്കെങ്കിലും. ടിൽ ദേ ആർ റെഡി ടു പിക്ക് ദംസെൽവ്സ് അപ്പ്, അല്ലേ അങ്ങനെ എന്നോട് ആവശ്യമങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ പ്രയാസങ്ങൾ, ഭാരങ്ങൾ ഇറക്കി വെക്കുമ്പോൾ, അല്പസമയത്തേക്കെങ്കിലും ആ പ്രശ്നങ്ങൾ അങ്ങനെ മാറി നിൽക്കുമ്പോൾ അവർക്ക് എന്തിനു സാധിക്കുന്നു? ദേ ആർ റെഡി ടു പിക്ക് ദംസെൽവ്സ് അപ്പ്, അല്ലേ അവർ വീണ്ടും എഴുന്നേൽക്കാനും ആൻഡ് ക്യാരി ഓൺ ദെയർ ജേണി, അവരുടെ യാത്ര തുടരാനും അത് അവർക്ക് സഹായകമാവുന്നു. Her words uncannily echoed my grandfather's sitting on the stone bench under the banyan tree. അങ്ങനെ രത്നയുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് എന്താണ്? ഹെർ വേർഡ്സ് അൺക്യാനിലി എക്കോഡ്,
അതായത് അൺക്യാനലി മീൻസ് നിരുപാധികം അല്ലേ, അല്ലെങ്കിൽ അവരുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് എന്താണ് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു സാന്നിധ്യം ഫീൽ ചെയ്യണം. എക്കോഡ് മൈ ഗ്രാൻഡ് ഫാദേഴ്സ് അല്ലേ, എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ വാക്കുകൾ പ്രതിധ്വനിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നി രത്നയുടെ വാക്കുകൾ. സിറ്റിംഗ് ഓൺ ദ സ്റ്റോൺ ബെഞ്ച് അണ്ടർ ദ ബനിയൻ ട്രീ, ആ എന്താണ് സ്റ്റോൺ ബെഞ്ചിൽ ആൽമരത്തിന് കീഴേ ഇരിക്കുന്ന എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ വാക്കുകളെ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിൻ്റെ സാന്നിധ്യത്തെ എന്താണ് വീണ്ടും ഉണർത്തുന്നതായിരുന്നു രത്നയുടെ വാക്കുകൾ. പെർഹാപ്സ് ഇൻ ദെയർ ഓൺ സ്മോൾ വേസ് വിത്തൗട്ട് ആക്സസ് ടു ഗ്രേറ്റ് വെൽത്ത് ബോത്ത് ദീസ് പീപ്പിൾ വെയർ ഡൂയിങ് ട്രമെൻഡസ് സോഷ്യൽ സർവീസ്. എന്നിട്ട് സുധാമൂർത്തി പറയാണ്, പെർഹാപ്സ് ഇൻ ദെയർ ഓൺ സ്മോൾ വേസ്, ഒരുപക്ഷെ ഈ രത്നയും ഗ്രാൻഡ് ഫാദറും അവരുടേതായിട്ടുള്ള ചെറു വഴികളിലൂടെ, ഇൻ ദെയർ ഓൺ സ്മോൾ വേസ്, അവരുടേതായിട്ടുള്ള ചെറിയ വഴികളിലൂടെ, വിത്തൗട്ട് ആക്സസ് ടു ഗ്രേറ്റ് വെൽത്ത്, വലിയ എന്താണ് പണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ ആവശ്യമില്ലാത്ത രീതിയിൽ, ബോത്ത് ദീസ് പീപ്പിൾ വെയർ ഡൂയിങ് ട്രമെൻഡസ് സോഷ്യൽ സർവീസ്, ഈ രണ്ട് വ്യക്തികളും ചെയ്യുന്നത് വളരെ വലിയ ട്രമെൻഡസ് ആയിട്ടുള്ള, ട്രമെൻഡസ് മീൻസ് വെരി ബിഗ്, വളരെ ബൃഹത്തായിട്ടുള്ള ഒരു സോഷ്യൽ സർവീസാണ് ഈ ഗ്രാൻഡ് ഫാദറും രത്നയും ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി. നോ വൺ തോട്ട് ഓഫ് അക്നോളജിങ് ദെയർ വർക്ക് ഓർ റിവാർഡിങ് ദം ഫോർ ഇറ്റ്, അവരിൽ രണ്ടുപേരിൽ എന്താണ് ഗ്രാൻഡ് ഫാദർ രത്നയോ, നോ വൺ തോട്ട് ഓഫ് അക്നോളജിങ് ദെയർ വർക്ക്, അവരുടെ ഈ പ്രവർത്തിക്കുള്ള, അവരുടെ ഈ ജോലിക്കുള്ള അംഗീകാരമൊന്നും കുറിച്ചൊന്നും അവർ ഒരിക്കലും ചിന്തിച്ചില്ല. ഓർ റിവാർഡിങ് ദം ഫോർ ഇറ്റ്, അല്ലെങ്കിൽ അവരെന്താണ് മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ കേൾക്കുന്നതിന് ഒരു പ്രതിഫലമൊന്നും അവർ ആഗ്രഹിച്ചില്ല. But they continued to do so as these acts of kindness gave them joy. എന്നിട്ടും ഒരു പ്രതിഫലമോ അല്ലെങ്കിൽ ഒരു അംഗീകാരമോ ഒന്നും ആഗ്രഹിക്കാതെ അവരത് ചെയ്തത് എന്തിനായിരിക്കണം? As these ആക്ട്സ് ഓഫ് കൈൻഡ്നസ് ഗേവ് ദം ജോയ്, ഒരു പക്ഷേ അവർക്ക് ഈ പ്രവൃത്തി മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കുകയും അതിലൂടെ അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ കുറച്ചെങ്കിലും സഹായിക്കുകയും ചെയ്യുന്നതിലൂടെ അതവർക്ക് എന്ത് ചെയ്തിരുന്നു? ഒരു പക്ഷേ അതവർക്ക് ഒരു സന്തോഷം നൽകിയിരിക്കാം. If ever now I happen to pass a HOREGALLU in a village, I remember them and wish there were many more of them in this world. അങ്ങനെ ഇഫ് എവർ നൗ, ഇനി എപ്പോഴെങ്കിലും, ഐ ഹാപ്പൻ ടു പാസ് എ ഹൊറഗല്ലു ഇൻ എ വില്ലേജ്, ഞാൻ എന്താണ് ഒരു വില്ലേജിലൂടെ പാസ് ചെയ്യുമ്പോൾ, ഒരു ഹൊറഗല്ലു പാസ് ചെയ്യുകയാണെങ്കിൽ, ഒരു വില്ലേജ് പാസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള സ്റ്റോൺ ബെഞ്ചുകൾ കടന്നു പോകുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് എന്താ വരിക? ഐ റിമെമ്പർ ദം, ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിനെയും രത്നയെയും ഓർക്കും. ആൻഡ് വിഷ് ദെയർ വെയർ മെനി മോർ ഓഫ് ദം ഇൻ ദിസ് വേൾഡ്, എന്നിട്ട് ഞാൻ ആഗ്രഹിക്കും ഇതുപോലെ എൻ്റെ ഗ്രാൻഡ് ഫാദറിനെയും എൻ്റെ കൊളീഗായിട്ടുള്ള രത്നയെയും പോലെ ഒരുപാട് ആളുകൾ ഈ ലോകത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകും. ഡിയർ സ്റ്റുഡൻസ്, ഇതോടുകൂടെ നമ്മുടെ ഹൊറഗല്ലു എന്ന ഈ അനക്ഡോട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ക്ലാസ്സുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഡൗട്ട്സുകൾ നമ്മുടെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ കമൻ്റായിട്ടോ ചോദിക്കാം. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.